2026 ഭരണം പിടിച്ചില്ലെങ്കിൽ പിന്നെ UDF കാണില്ല. UDF കാണില്ല എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് LDFന്റെ യുഗമായിരിക്കും. അതുകൊണ്ട് തന്നെ 2026 ഭരണം പിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തേടുകയാണ് UDF. ഗ്ലാമർ സ്ഥാനാർത്ഥികളെ ഇറക്കാനും തീരുമാനിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മചന്ദ് ബോൾഗാട്ടിയെ പോലെയുള്ള ഗ്ലാമർ താരങ്ങളെയൊക്കെ ഇറക്കിയെങ്കിലും വലിയ പ്രയോജനം ഉണ്ടായില്ല. ഇത്തവണയും അതുപോലുള്ള ഗ്ലാമർ താരങ്ങൾ UDFന് വേണ്ടി മത്സരിക്കും. എന്തായാലും ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന ഒരു സൂചന അനുസരിച്ച് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ UDFന് വേണ്ടി രമേശ് പിഷാരടി മത്സരിക്കും. രമേശ് പിഷാരടി UDFന് വേണ്ടി മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കും. പൊതുവെ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന രമേശ് പിഷാരടിക്ക് കോൺഗ്രസ് ആഭിമുഖ്യമുണ്ട്. താനൊരു കോൺഗ്രസുകാരനാണെന്ന് ചങ്കുറപ്പോടെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് UDF. തൃപ്പൂണിത്തുറ ഏറെക്കാലം കെ ബാബുവിന്റെ തട്ടകമായിരുന്നു. ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ കെ ബാബുവിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്. അനാരോഗ്യം മുഖേന തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് താൻ പിൻവാങ്ങുകയാണെന്ന് ബാബു പറഞ്ഞു കഴിഞ്ഞു. ബാബുവിന് പകരം തൃപ്പൂണിത്തുറ മണ്ഡലം നിലനിർത്താൻ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണം കോൺഗ്രസിന്. ആ അന്വേഷണമാണ് രമേശ് പിഷാരടിയിൽ ചെന്ന് എത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടി മത്സരിച്ചാൽ തൃപ്പൂണിത്തുറ ഈസിയായി പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈസിയായി നിലനിർത്താം എന്ന അന്തർധാര, എന്ന വിശ്വാസം കോൺഗ്രസിൽ ശക്തമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത് സുനിൽ കനകോലുവാണ്. സുനിൽ കനകോലു പല വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ പാഴായിപ്പോയി. ഒന്ന്, കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റാൻ സുനിൽ കനകോലു തീരുമാനിച്ചു. സുധാകരൻ മാറിയില്ല എന്ന് മാത്രമല്ല, സുനിൽ കനകോലു അടക്കമുള്ളവരെ വിരട്ടുകയും ചെയ്തു. രണ്ടാമതായി, സ്ഥാനാർത്ഥി നിർണയങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥികളെ അയക്കുക എന്നൊരാശയമാണ് സുനിൽ കനകോലു പറഞ്ഞത്. അത് എന്തായാലും നടപ്പാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യ സൂചനയാണ് രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കും എന്നുള്ളത്. തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടി മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്ന് കോൺഗ്രസ് കരുതുന്നു. അതേസമയം കെ ബാബുവിന്റെ തട്ടകമായ തൃപ്പൂണിത്തുറയിൽ ബാബു അല്ലാതെ മറ്റൊരു നേതാവിനെ സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറക്കാർക്ക് പ്രിയങ്കരനാണ്. അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു കലാകാരനാണ്. അതൊക്കെ രമേശിന് ഗുണമായി മാറും. ഗ്ലാമർ താരങ്ങളെ ഇറക്കുന്നതിൽ UDF ശ്രദ്ധ പുലർത്തുമ്പോൾ LDFും ഗ്ലാമർ താരങ്ങളെ ഇറക്കും എന്നുള്ളത് ഉറപ്പാണ്. LDF കഴിയുന്നവന് മുകേഷ് അടക്കമുള്ള ഗ്ലാമർ താരങ്ങളെ വീണ്ടും രംഗത്ത് എത്തിച്ചിരുന്നു. അതൊക്കെ ഈ മുകേഷ്, ഗണേഷ് കുമാർ തുടങ്ങിയ ഗ്ലാമർ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇത്തവണ പിടിച്ചില്ലെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ UDF എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു കക്ഷി തന്നെ കേരളത്തിൽ അപ്രാപ്യമായി മാറും. UDF പിരിച്ചുവിടേണ്ട അവസ്ഥ വരും.